ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ വീട്ടിൽ 2 പഴമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ. നല്ല പഴുക്കാത്ത പഴം നോക്കിയിട്ട് എടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ചിരവി വെച്ചിട്ടുള്ള അരമുറി തേങ്ങ ഇട്ട് കൊടുത്തു. അതിന്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുത്ത് ഇതൊന്ന് സൈഡിലോട്ടേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതാ പഴമിതാ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചൂടാറുന്നതിന് മുന്നേ നമുക്കിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. കോൺഫ്ലോർ കലക്കി അതിലേക്ക് മുക്കി പിന്നെ കോൺഫ്ലെക്സിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആണ്. കോൺഫ്ലെക്സിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസും എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.